മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. ഒരു വശത്ത് ദോഹയിലും ഖത്തറിലും വെച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള അതീവ രഹസ്യമായ സമാധാന ചർച്ചകൾ നടക്കുന്നു. എന്നാൽ മറുവശത്ത് ഇറാന്റെ മണ്ണിൽ അമേരിക്കൻ സൈന്യം നേരിട്ട് ബോംബ് വർഷം നടത്തിയിരിക്കുകയാണ്. അതും ഇറാന്റെ തട്ടകമായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിന് തൊട്ടടുത്ത്. ഇപ്പോൾ നടക്കുന്നത് വെറും ഒരു ഈഗോ വാറല്ല, മറിച്ച് വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. തങ്ങളെ തൊട്ടാൽ വിവരമറിയുമെന്ന് അമേരിക്ക വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതരുടെ മിസൈൽ കേന്ദ്രങ്ങൾക്കും ബോട്ടുകൾക്കും നേരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാരകമായ സെൽഫ് ഡിഫൻസ് സ്ട്രൈക്സ് നടത്തിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വൻ ശക്തികൾ തമ്മിലുള്ള ഈ പോരാട്ടം ലോകത്തെ എങ്ങോട്ടേക്കാണ് എത്തിക്കുന്നത്? വിശദമായിട്ട് പരിശോധിക്കാം. കാര്യങ്ങൾ കൈവിട്ടു പോയത് വളരെ പെട്ടെന്നാണ്. US സെൻട്രൽ കമാൻഡ് US സെൻകോം നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ അമേരിക്കൻ സൈന്യം അതിശക്തമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. കൃത്യമായി പറഞ്ഞാൽ ദക്ഷിണ ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് US നേവിയും എയർഫോഴ്സും ചേർന്ന് മാരകമായ സെൽഫ് ഡിഫൻസ് സ്ട്രൈക്സ് നടത്തിയത്. ഇറാനിലെ പ്രശസ്തമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ് കൂടാതെ സിറിക്, ജാസ്ക് എന്നീ തീരപ്രദേശങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ നടന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു രസത്തിന് പോയിട്ട് അടിച്ചതല്ല. ചെങ്കടലിലൂടെ പോകുന്ന അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെയും US നേവിയുടെ കപ്പലുകൾക്ക് നേരെയും തൊടുക്കാൻ റെഡിയാക്കി നിർത്തിയിരുന്ന ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ റൗണ്ട് ആക്രമണം നടന്നത്. ഹോർമസ് കടലിടുക്കിലൂടെ പോകുന്ന US യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാന്റെ സ്പീഡ് ബോട്ടുകൾ കടലിൽ മൈനുകൾ നിക്ഷേപിക്കാൻ ശ്രമിച്ചു. ഇതോടൊപ്പം US യുദ്ധവിമാനങ്ങൾക്ക് നേരെ ഇറാന്റെ ഉപരിതല വ്യോമ മിസൈൽ കേന്ദ്രങ്ങൾ ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തങ്ങളുടെ സൈന്യത്തെ രക്ഷിക്കാൻ സെൻകോം മിന്നലാക്രമണം നടത്തിയത്. ഹൂതികളുടെ അണ്ടർഗ്രൗണ്ട് വെപ്പൺ സ്റ്റോറേജ് ഫെസിലിറ്റികൾ, മിസൈൽ ഡിപ്പോകൾ, കൂടാതെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ടുകൾ എന്നിവയെല്ലാം US ആർമി തവിട് പൊടിയാക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. അമേരിക്ക ഇതിനെ വിളിക്കുന്നത് സെൽഫ് ഡിഫൻസ് സ്ട്രൈക്സ് എന്നാണ്, അതായത് സ്വയം രക്ഷാർത്ഥം നടത്തിയ ആക്രമണം എന്നാണ്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ റൂട്ടിലൂടെ പോകുന്ന എല്ലാ കമേഴ്ഷ്യൽ കപ്പലുകളെയും ഹൂതികൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫലസ്തീനിലെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് തങ്ങൾ കപ്പലുകൾ ആക്രമിക്കുന്നത് എന്നാണ് ഹൂതികളുടെ വാദം. എന്നാൽ ഇത് ആഗോള വ്യാപാരത്തെ മൊത്തത്തിൽ ബാധിച്ചതോടെയാണ് USഉം UKയും സഖ്യകക്ഷികളും ചേർന്ന് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ വഴി തിരിച്ചടിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ മിസൈൽ റെഡിയാക്കിയാൽ അത് വിടുന്നതിന് മുൻപ് ഞങ്ങൾ വന്ന് തകർക്കും. ഇതാണ് US പോളിസി. ഇനി നമുക്കിതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വരാം. ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് USഉം ഹൂതികളും തമ്മിൽ പലതവണ വെടിനിർത്തലുകളും ചർച്ചകളും ഒക്കെ നടന്നിരുന്നു. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ സമാധാനം ഇപ്പോഴും ഒരു നൂൽപാലത്തിലാണ് എന്ന് വേണം പറയാൻ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായും തുറന്നു നൽകാനുമുള്ള അതീവ രഹസ്യമായ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള ഉയർന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകണമെന്ന രീതിയിലുള്ള ചില ഡീൽ ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറിമറിയാമെന്ന അവസ്ഥയാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 8 മുതൽ USഉം ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ട്. യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ ഇറാന്റെ ചർച്ചാ സംഘം ദോഹയിൽ എത്തിയ അതേ ദിവസമാണ് ഈ ആക്രമണവും നടന്നിരിക്കുന്നത്. US വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് പറയുന്നത്, ഞങ്ങൾ പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ സൈന്യത്തിന് നേരെ ഭീഷണി ഉണ്ടായാൽ വെറുതെ ഇരിക്കില്ല എന്നാണ്. എന്നാൽ ഇതിന് പിന്നിൽ മറ്റൊരു വലിയ രാഷ്ട്രീയ കളി കൂടിയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നിൽ ഒരു കടുത്ത നിബന്ധന വെച്ചിരിക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള ഉയർന്ന സമ്പുഷ്ട യുറേനിയം ഒന്നുകിൽ അമേരിക്കയ്ക്ക് കൈമാറണം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സാന്നിധ്യത്തിൽ അത് നശിപ്പിച്ചു കളയണം. ഈ ആണവ ഭീഷണി പൂർണ്ണമായി ഒഴിവാക്കാതെ ഒരു സമാധാന കരാറിലും ഒപ്പുവെക്കില്ല എന്നാണ് ട്രംപിന്റെ വാശി. കാര്യങ്ങൾ ഇത്രയും വഷളാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലെബനനിലെ ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർക്കും എന്നാണ്. ഈ സമാധാന കരാറിൽ ലെബനനെയും ഉൾപ്പെടുത്തണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിനെ ഇസ്രായേൽ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ജോർദൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായുള്ള എബ്രഹാം അക്കോർഡ്സിൽ ഒപ്പുവെക്കണമെന്നും അതിലൂടെ ഇറാനെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തണമെന്നുമാണ് ട്രംപിന്റെ പ്ലാൻ. എന്നാൽ ഇസ്രായേലിന്റെ നിലപാടുകൾ കാരണം അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഇതിന് തയ്യാറാകുന്നില്ല. ചുരുക്കത്തിൽ ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും യുദ്ധത്തിന്റെ കരിനിഴൽ ഒഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറയണം. അതുപോലെ ഈ ഒരു കളി വെറും ഒരു പ്രാദേശിക തർക്കമല്ല. ഇപ്പോൾ ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയും നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധന വിലയെ പോലും ബാധിക്കുന്ന വൻ കളിയായിട്ട് മാറിയിരിക്കുകയാണ്. ലോകത്തെ മൊത്തം ഇന്ധന വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ വീണ്ടും പുക ഉയരുമ്പോൾ അത് ആഗോള സാമ്പത്തിക രംഗത്തെയും ക്രൂഡ് ഓയിൽ വിലയും എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.
സമാധാന ചർച്ചകൾ വിജയിക്കുമോ അതോ വീണ്ടും ഒരു വലിയ സ്ഫോടനത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.